സമ്പൂർണരായ ഗുരുദേവ ഭക്തരെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൃശ്ശൂരിൽ കൂർക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ ഒരു ചാരു കസാലയിൽ വിശ്രമിക്കുക. ഗുരുദേവൻ്റെ ദിവ്യമായ സന്നിധിയിൽ അവിടുത്തെ അനന്തരഗാമിയായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുണ്ട്, രാമാനന്ദ സ്വാമികളുണ്ട്, ശങ്കരാനന്ദ സ്വാമികളുണ്ട്, പ്രമുഖരായ മറ്റ് ചില സന്യാസി ശിഷ്യന്മാരുമുണ്ട്. അന്നത്തെ പ്രകൃതി ഒട്ടും അനുകൂലമായിരുന്നില്ല. കുറേ ദിവസങ്ങളായി മഴ ആരംഭിച്ച് ആ പ്രകൃതിയെ മുഴുവൻ ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറ്റി കളഞ്ഞിരുന്നു. ആർക്കും വെളിയിലേക്ക് തന്നെ ഇറങ്ങാൻ സാധിക്കാത്ത പരുവത്തിൽ തോരാത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ഗുരുദേവൻ ഇതെല്ലാം കണ്ട് ആ ചാരുകസാലയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ മഴ നനഞ്ഞ് ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു. എന്നിട്ട് ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അവിടെ കിടന്നു. എന്നിട്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് ഏങ്ങലടിച്ചുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എന്നെ രക്ഷിക്കണം, എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിക്കുവാൻ അങ്ങല്ലാതെ ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ഏത് സമയത്തും മരണവക്ത്രത്തിൽപ്പെടും, ഞാൻ മരിക്കും. ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാരുണ്യപൂർവ്വം നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഞാനിവിടെ അടുത്ത് ഒരു 30 കിലോമീറ്റർ ദൂരെ വാടാനപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. എൻ്റെ പേര് ശങ്കരൻ എന്നാണ്, വൈക്കാട്ടിൽ ശങ്കരൻ. സ്വാമി, അതിഭയങ്കരമായ മഴ, പ്രകൃതി കോപിച്ചിരിക്കുന്നു, പ്രളയം വന്നിരിക്കുന്നു. അന്നൊരു വലിയ സുനാമി വന്നു. വാടാനപ്പള്ളിയിലുള്ള പല വീടുകളും കടലെടുത്തു പോയി. തെങ്ങുകളും കവുങ്ങുകളും എന്ന് വേണ്ട പ്രപഞ്ച പ്രകൃതി ആകെ തന്നെ അന്ന് കടലിൻ്റെ കാർക്കശ്യത്തിൽ ഒഴുകിപ്പോയ സന്ദർഭമാണ്. സ്വാമി, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെള്ളം വന്നിരിക്കുന്നു. ഏത് സമയത്തും എൻ്റെ വീട് കടലെടുത്തു പോകും. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതാകും. എനിക്ക് ആ പുരയിൽ താമസിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് സ്വാമി എന്നെ അനുഗ്രഹിക്കണം. ഈ കടൽ ക്ഷോഭത്തിൽ നിന്നും സ്വാമി എന്നെ രക്ഷിക്കണം. ഗുരുദേവൻ ഉടൻ തന്നെ ശങ്കരനോട് പറഞ്ഞു, സമാധാനമായിരിക്കൂ. എന്നിട്ട് അടുത്ത് നിന്ന ബോധാനന്ദ സ്വാമിയോട് ഗുരു കൽപ്പിച്ചു, ബോധാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ബോധാനന്ദൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ആ കടൽ തീരത്ത് പോയിരിക്കണം, പോയി കിടക്കണം. എന്നിട്ട് അവിടെ നിന്ന് മെല്ലവേ പറഞ്ഞു, കടൽ ശാന്തമായിക്കൊള്ളും. ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയെ ആ പറയുന്ന ശങ്കരനെയും കൂട്ടി വാടാനപ്പള്ളിയിലേക്ക് അയച്ചു. അവിടെ ചെല്ലുമ്പോൾ ആർത്തിരമ്പി വരുന്ന തിരമാല കൂട്ടങ്ങൾ, പുരയിടങ്ങൾ ഒഴുകിപ്പോയിരിക്കുന്നു.
വീടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു. തെങ്ങും കവുങ്ങും എല്ലാം, വൃക്ഷങ്ങളുമെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. വൈക്കാട്ടിൽ ശങ്കരൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്നു. ബോധാനന്ദ സ്വാമി ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒരു വര വരച്ചിട്ട് അവിടെ കിടന്നു, കൈകൂപ്പി അവിടെ കടന്നു. ശക്തമായ തിരകൾ വന്ന് അലച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി ശാന്തമായി ശാന്തമായി. എല്ലാവർക്കും വളരെ ആശ്ചര്യമായി, അത്ഭുതമായി. അല്പം കഴിഞ്ഞപ്പോഴുണ്ട് പർവ്വതാകാരമായൊരു തിര പൊങ്ങി വന്നു. എല്ലാവരും പുറകോട്ടോടി ബോധാനന്ദ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എല്ലാം നശിക്കും, സ്വാമി എഴുന്നേറ്റ് പുറകേക്ക് വരണം. പക്ഷേ സ്വാമി അവിടെ തന്നെ കടന്നു. ആളുകളെല്ലാം അകലേക്ക് ഓടി. ശക്തമായ തിര വന്ന് പൊങ്ങി പതഞ്ഞ് ഒഴുകി 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 ആ കടല് ശാന്തമായി. ഇത് 1924 തൃശ്ശൂരിലെ വാടാനപ്പള്ളിയിൽ സംഭവിച്ചതാണ്. ഇന്നിപ്പോൾ 2026 ഏപ്രിൽ മാസം 17 നാം ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഗുരുദേവൻ അന്ന് കടൽ ശാന്തമാക്കിയ വാടാനപ്പള്ളിയിലെ ആ പ്രദേശത്ത് ഇന്നും കടൽ ശാന്തമായി കിടക്കുന്നു. 2004 കേരളത്തിൽ സുനാമി വന്നപ്പോൾ ഞാൻ അവിടേക്ക് ഒരാളെ അയച്ചു. ആ കടൽ തീരം എങ്ങനെയുണ്ട്? അന്നും അവിടെ കടൽ ശാന്തമായി കിടക്കുന്നു. ഇന്നും അവിടെ കടൽ ശാന്തമാണ്. അതിനോട് ചേർന്ന് ഈ വൈക്കാട്ടിൽ ശങ്കരൻ്റെ മകൻ്റെ മകൻ ബാലഗോപാൽ അവിടെ താമസിക്കുന്നു. ഇത് ഒരു സന്ദർഭം. മറ്റൊരു സന്ദർഭത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരട്ടെ. പ്രസിദ്ധമായ അരുവിപ്പുറം. ഗുരുദേവൻ അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചത് നമുക്കറിയാം. ഏകലോക ദർശനം ഗുരു ലോകത്തിന് നൽകിയത് അവിടെ വെച്ചാണെന്ന് നമുക്കറിയാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്നുള്ള ഏകലോക ദർശനം അരുവിപ്പുറത്ത് നിന്നാണ് ഗുരു ആദ്യമായി മുഴക്കിയത്. ആ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് ഭഗവാൻ അവിടെ വിശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനായ ശ്രീ CV കുഞ്ഞിരാമൻ അരുവിപ്പുറത്ത് വന്നു. കുഞ്ഞിരാമൻ ഗുരുവിനോട് പറഞ്ഞു, സ്വാമി, അതിഭയങ്കരമായ വേനൽ, ചെറിയ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ഉണങ്ങിത്തുടങ്ങിയിരിക്കുന്നു, പക്ഷികൾ ചത്തു വീഴുന്നുണ്ട്, പലയിടത്തും മനുഷ്യൻ മരിച്ചു തുടങ്ങി, വെള്ളമില്ല സ്വാമി, നെയ്യാറ് വറ്റി വരണ്ട ഉണങ്ങിക്കിടക്കുന്നു. എന്നിട്ട് ഈ CV കുഞ്ഞിരാമൻ ഒരു യുക്തിവാദിയും നിരീശ്വര ചിന്തകനുമാണ്. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഗുരുവിനോട് പറഞ്ഞു, സ്വാമി പറഞ്ഞാൽ മഴ പെയ്യും. യുക്തിവാദിയും നിരീശ്വരവാദിയുമായ കുഞ്ഞിരാമൻ ഗുരുവിനെ ഒന്ന് പരീക്ഷിക്കാനായിരുന്നു. സ്വാമി പറഞ്ഞാൽ മഴ പെയ്യും. ഗുരുദേവൻ അവിടെ കൂടി നിന്ന ഭക്തന്മാരോട് ചോദിച്ചു, ഓ, നാം പറഞ്ഞാൽ മഴ പെയ്യുമോ? ഭക്തന്മാർ ഒരുപോലെ പറഞ്ഞു, അതേ സ്വാമി, അവിടുന്ന് സങ്കല്പിച്ചാൽ മഴ പെയ്യും. അങ്ങനെയാണെങ്കിൽ നാം ഒരു പ്രാർത്ഥന എഴുതി തരാം, എല്ലാവരും ചേർന്ന് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലൂ. ഗുരു അർദ്ധനാരീശ്വര സ്തവം എന്നുള്ള സ്തോത്രം അവിടെ ഇരുന്ന് ചൊല്ലിക്കൊടുത്തു. അയ്യോ, ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ, കയ്യേകിടും അതിനു കാൺകിൽ ഒരുവൻ കാരുണ്യവാനാരഹോ. ഏറ്റവും അവസാനം പെയ്യാറാകണമേ
ഖനാമ്പു മഴ ഗംഗാനദീ ധാമമേ പെയ്യാറാകണമേ മഴ, മഴ പെയ്യണമേ എന്ന പ്രാർത്ഥന. അവിടെ കൂടി നിന്നവരെല്ലാം ചേർന്ന് പ്രാർത്ഥന ചൊല്ലി. CV കുഞ്ഞിരാമൻ ആ കവിത കേരള കൗമുദിയിൽ പിന്നീട് പ്രസിദ്ധം ചെയ്തു. കുഞ്ഞിരാമൻ അതിന് അടിയിലൊരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ വറ്റി വരണ്ട് ഉണങ്ങിക്കിടന്ന നെയ്യാറ് കരകവിഞ്ഞൊഴുകുമാറു മഴ പെയ്തു. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ വറ്റി വരണ്ട ഉണങ്ങിക്കിടന്ന നെയ്യാറ് കരകവിഞ്ഞൊഴുകുമാറ് മഴ പെയ്തു. മറ്റൊരു സന്ദർഭം കൂടി നിങ്ങളോട് പറയാം. അന്ന് ശ്രീമൂലം പ്രജാസഭയാണ്. ഇന്നത്തെ നിയമസഭ പോലെ അന്ന് പ്രജാസഭയാണ്. പ്രജാസഭയിൽ മെമ്പറായിരുന്ന ഒരു പുരുഷോത്തമനുണ്ട് ചെങ്ങന്നൂരിൽ. ഗുരുദേവൻ്റെ പരമഭക്തനാണ്. ഈ പുരുഷോത്തമൻ്റെ ഭവനത്തിൽ ഗുരുദേവൻ എഴുന്നള്ളിയപ്പോൾ ഗുരുവിനെ കാണാൻ വേണ്ടി 100 കണക്കിന് ഭക്തന്മാർ വന്നു ചേർന്നു. ശക്തിയായൊരു കാന്തം ഒരു സ്ഥലത്തിരുന്നാൽ ഇരുമ്പിൻ്റെ കണികകൾ ആ കാന്തത്താൽ ആകർഷിക്കപ്പെടുന്നത് പോലെയാണ് ഗുരു ഒരു സ്ഥലത്തിരുന്നാൽ ചുറ്റുമുള്ള പുരുഷാരം ഗുരുവിനാൽ ആകർഷിക്കപ്പെട്ട ഐക്യം പ്രാപിക്കുമായിരുന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ സന്നിധി നിറച്ച ആളായി. ആ കൂട്ടത്തിൽ ഒരു ക്രിസ്തീയ കുടുംബം മുന്നോട്ട് വന്നു. ഒരു പടല പഴം ഭഗവാന്റെ പാദങ്ങളിൽ കാഴ്ചവെച്ച് നമസ്കരിച്ചു. എന്നിട്ട് അച്ഛൻ 10 വയസ്സുള്ള മകൻ മത്തായിയെ മുന്നോട്ട് നിർത്തി. സ്വാമി, എൻ്റെ മകൻ മത്തായിയാണ്. ഇവന് 10 വയസ്സായി. ഇതുവരെയും ഇവൻ സംസാരിച്ചിട്ടില്ല സ്വാമി. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു. ഞങ്ങൾ കാണിക്കേണ്ട ഡോക്ടർമാരെയും വൈദ്യന്മാരെയും എല്ലാം കാണിച്ച് ചികിത്സിപ്പിച്ചു സ്വാമി. പള്ളിയിൽ പോയി അച്ഛന്മാരും ബിഷപ്പുമാരും എല്ലാം പ്രാർത്ഥിച്ചു. പക്ഷെ ഇവൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. സ്വാമി അനുഗ്രഹിക്കണം. ഗുരു ചോദിച്ചു, നാം അനുഗ്രഹിച്ചാൽ മത്തായി സംസാരിക്കുമോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങ് ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു അനേകം അത്ഭുത പ്രവർത്തികൾ ചെയ്തതായി ബൈബിളിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. സ്വാമി ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവാണ്. അങ്ങ് വിചാരിച്ചാൽ എൻ്റെ മോൻ സംസാരിക്കും. സ്വാമി അനുഗ്രഹിക്കണമേ. ഗുരുദേവൻ ആ മത്തായിയെ കൈമാടി അടുത്തേക്ക് വിളിച്ചു നിർത്തി. എന്നിട്ട് അവൻ്റെ കയ്യിൽ ആ തൃക്കൈ വെച്ചു. ജനകോടികളെ കൈവിടാതെ കാത്തു രക്ഷിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആ തൃക്കൈ മത്തായിയുടെ നെറുകയിൽ തലോടി. സംസാരശേഷിക്ക് തടസ്സമായി നിന്നിരുന്ന നാഡീ നരമ്പുകളൊക്കെ സജീവമായി. അതിലൂടെ രക്തപ്രസാദമുണ്ടായി. ഗുരു അരുളി ചെയ്തു, മത്തായി പറയൂ, ഇതാ നിന്റെ അപ്പൻ. ഗുരുദേവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മത്തായി അപ്പൻ. അമ്മ പറയൂ, അമ്മ. മത്തായി അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ഗുരുദേവൻ ഓരോന്നും പറഞ്ഞു. മത്തായി ഓരോന്നും സംസാരിച്ചു. സാധാരണ മനുഷ്യനെ പോലെ തന്നെ മത്തായി സംസാരിച്ചു. മത്തായി 94 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികൾ എനിക്ക് സംസാരശേഷി നൽകി. മത്തായി തനിക്ക് സംസാരശേഷി കിട്ടിയ കാര്യം മലയാള മനോരമ പത്രത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചു. അത് 2004 അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു. ചെങ്ങന്നൂർ SNDP യൂണിയനിലെ
പ്രസിഡൻ്റായിരുന്ന രാജപ്പൻ സാറും യോഗം ഡയറക്ടറായിരുന്ന ശ്രീ കെ എൻ ഭദ്രനും അവിടെ ചെന്ന് മത്തായി സംസാരിക്കുന്ന കാര്യം, തനിക്ക് സംസാരശേഷി കിട്ടിയ കാര്യം വീഡിയോയിൽ പകർത്തി എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ 2-3 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു ആരായിരുന്നു എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വെക്കാം. ഗുരു ശിവഗിരിയിലെ ശാരദാമഠത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു ചാരുകസാലയിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സി വി കുഞ്ഞിരാമൻ അവിടെയും എത്തി ഗുരുവിൻ്റെ സന്നിധിയിൽ. ഗുരു അവിടുത്തെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള സന്ദേശത്തിൽ മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാകുന്നു, മനുഷ്യർക്കുള്ളത് ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ മനുഷ്യർക്കെങ്ങനെ ഒരു മതമാകും? പല പല വിശ്വാസങ്ങളുള്ളത് കൊണ്ട് പല മതങ്ങളില്ലേ സ്വാമി. ചില ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനികൾ. ചിലർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ. ചിലർ ബുദ്ധനിൽ വിശ്വസിക്കുന്നു, ബുദ്ധമതക്കാർ. കൃഷ്ണനിലും രാമനിലും ശിവനിലും വിശ്വസിക്കുന്നു ഹിന്ദുക്കൾ. പല പല വിശ്വാസങ്ങളുള്ളത് കൊണ്ട് പല പല മതങ്ങളില്ലേ സ്വാമി. ഗുരു പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ പല പല വിശ്വാസങ്ങളുള്ള ആളുകളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? എല്ലാവരുടെയും ലക്ഷ്യം സുഖമായിരിക്കുക എന്നതാണ്. മഹമ്മദാഹ ക്രൈസ്തവാഹ ബൗദ്ധാഹ ജൈനാഹ തഥാ അപരെ ഏകതാപാദനായൈവ പ്രയതന്തേ നിരന്തരം. മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ദൈവവിശ്വാസമുള്ളവരും ദൈവവിശ്വാസമില്ലാത്തവരും, മതവിശ്വാസമുള്ളവരും മതവിശ്വാസമില്ലാത്തവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സുഖമാണ്. എന്താ ഈ പഞ്ഞിവിള ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നത്? കാലാട്ടിക്കൊണ്ടിരുന്ന ഒരു സുഖമല്ലേ? എന്താ ഈ മൂപ്പരിങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? സ്വാമി പറയുന്നതിനെക്കാട്ടും നല്ലത് ഈ മൊബൈൽ പിടിച്ച് നോക്കിയാൽ ഇരിക്കുന്നതാണല്ലേ? നിങ്ങൾ ഓരോരോ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? സുഖത്തിനു വേണ്ടി. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സകല പ്രവൃത്തികളും ഇതെന്താ വീശിക്കൊണ്ടിരിക്കുന്നത്? സുഖം. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന സർവപ്രവൃത്തിയും സുഖം. ഗുരുദേവൻ പറഞ്ഞു, എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണല്ലോ. അതുകൊണ്ട് മനുഷ്യൻ്റെ മതം ഏകമാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആഗ്രഹിക്കുന്നത് സുഖമാണല്ലോ. അതുകൊണ്ട് മനുഷ്യൻ്റെ മതം ഏകമാകും. എന്നിട്ട് ഗുരുദേവൻ കുഞ്ഞിരാമനോടൊരു ചോദ്യം ചോദിച്ചു. കുഞ്ഞിരാമ, ബുദ്ധൻ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി, ക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി, നബി സാഹോദര്യത്തിന് പ്രാധാന്യം നൽകി. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താ കുഞ്ഞിരാമ? ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ്? ഗുരുദേവൻ്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ ശ്രവണം ചെയ്ത് വായും പൊളിച്ചിരുന്ന കുഞ്ഞിരാമൻ്റെ വായിൽ കൂടെ കയറിയ ഈച്ച ചെവി കൂടെ ഇറങ്ങിപ്പോയി. മൂപ്പര് അറിഞ്ഞില്ല, അങ്ങനെ തന്നെ ഇരുന്നു പോയി. ഗുരുവിൻ്റെ സന്നിധാനത്തിൽ ഒരാൾ ഇരുന്നാൽ അങ്ങനെ ആയിരിക്കും. ഗുരുവിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ. കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുര പാവന മനോജ്ഞവാണികൾ.
കൃപയും ജ്ഞാനവും ഫലിതവും കൂടുന്ന ആ മനോജ്ഞ വാണികൾ ശ്രവണം ചെയ്ത CV കുഞ്ഞിരാമൻ അങ്ങനെ ലയിച്ചിരുന്നു. ഗുരുദേവൻ അവസാനം കുഞ്ഞിരാമനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞിരാമ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണ്? അവിടെ നിന്ന് ആർക്കും ഉത്തരം പറയാൻ സാധിക്കാതെ വന്നപ്പോൾ ഗുരു തന്നെ മൊഴിഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ജാതി മതാതി ഭേദചിന്തകളിൽ നിന്നുമുള്ള മോചനം. ജാതി മതാതി ഭേദചിന്തയിൽ നിന്നുമുള്ള മോചനം. ശ്രീനാരായണ ഗുരുവിൻ്റെ 73 വർഷത്തെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു? സമൂഹത്തെ ജാതി മതാതി ഭേദചിന്തയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് ഗുരുദേവൻ പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? ബുദ്ധൻ അഹിംസയ്ക്ക്, ക്രിസ്തു സ്നേഹത്തിന്, നബി സാഹോദര്യത്തിന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ത്? ഇതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ആ മനസ്സിലാക്കാവുന്ന കാര്യം? ഗുരുദേവൻ ആരായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ബുദ്ധൻ്റെ കാര്യം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞു, നബിയുടെ കാര്യം പറഞ്ഞു, എന്നിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം പറഞ്ഞു. ഗുരു നിലകൊണ്ടത് ജാതി മതാതി ഭേദചിന്തയിൽ നിന്നുള്ള മോചനത്തിന്. അപ്പോൾ ഗുരു ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും പാരമ്പര്യത്തിൽ വന്നുദിച്ച ഒരു ജഗദ്ഗുരുവാണെന്ന് അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ശ്രീബുദ്ധൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ, മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ശ്രീനാരായണൻ. ഇതൊരിക്കലും മറക്കരുത്, നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ എഴുതിയിടണം. ഇവിടെ ഈ കൊല്ലം ജില്ലാ കമ്മിറ്റി എല്ലാ മണ്ഡലങ്ങളിലും കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് കേട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. 10-20 യുവാക്കന്മാരെ കുട്ടികളെ ചേർത്ത് വെച്ച് യുവജന സഭ ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. കുട്ടികൾ ഇവിടെ വെള്ളം കൊടുത്തു, ചായ കൊടുത്തു, ഇവിടെ വന്ന് എന്നെ ചിലർ കാണുകയും ചെയ്തു. വലിയ സന്തോഷം തോന്നി, വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഇത്രയും ആളുകൾ നിങ്ങൾ ചേർന്നിരിക്കുന്നു. പല പല പ്രതികൂലമായ സാഹചര്യങ്ങൾ തരണം ചെയ്താണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ കാലഘട്ടത്തെയും സാഹചര്യങ്ങളെയും അതിവർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി മഠം എന്ന് തീരുമാനിച്ചുകൊണ്ട് ശിവഗിരി മഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും ആളുകൾ വന്നു ചേർന്നതിൽ ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ ശ്രീനാരായണ ഗുരു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മംഗളങ്ങൾ അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനിവിടെ ഗുരുദേവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3-4 അത്ഭുത കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഗുരുദേവൻ ആരാണെന്ന് പറഞ്ഞു. ഗുരുദേവൻ ശ്രീബുദ്ധനെ പോലെ യേശു ക്രിസ്തുവിനെ പോലെയൊക്കെയുള്ള ഒരു ജഗദ്ഗുരുവാണെന്ന് പറഞ്ഞു. ആ പാരമ്പര്യത്തിൽ നമുക്ക് ശ്രീകൃഷ്ണനെയും ചേർക്കാം. ശ്രീകൃഷ്ണനെ പിന്നീട് ഒരു ഇതിഹാസ പുരുഷനായി മാറ്റിയതാണ്. ചരിത്ര പുരുഷനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അയോധ്യ കടലിനടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ദ്വാരക കടലിനടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജീവിച്ചിരുന്ന മഹാപുരുഷൻ തന്നെയായിരുന്നു ശ്രീകൃഷ്ണൻ. അതവിടെ നിൽക്കട്ടെ. ഈ മഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽ ഗുരുദേവനും അവതരിച്ചു. ഗുരുദേവനെ നാം എങ്ങനെ കാണണം, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ ആരാധിക്കണം? എൻ്റെ അടുത്ത് വന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, മോളെ, നീ ഗുരുദേവനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഗുരുദേവനെ ധ്യാനിക്കാറുണ്ടോ? ഗുരുദേവനെ ഉപാസിക്കാറുണ്ടോ?
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു, നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ശ്രീനാരായണ ഗുരു വന്ന് അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും സ്കൂളിലും കോളേജിലും പോയി പഠിക്കില്ല, നമ്മൾ അധ്യാപകരാകില്ല, നമ്മൾ ഡോക്ടറാകില്ല, നമ്മൾ എഞ്ചിനീയർ ആകില്ല, നമ്മൾ IPS കാരനും IAS കാരനുമാകില്ല, നമ്മുടെ ഇടയിൽ മുഖ്യമന്ത്രിമാരുണ്ടാകില്ല, മന്ത്രിമാരുണ്ടാകില്ല. നമ്മളെല്ലാം വിദ്യാസമ്പന്നരായി സംസ്കാരമുള്ള ജനതയായി മാറിയത്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുന്നത് ഈ ഭഗവാന്റെ തിരുവവതാരം കൊണ്ടാണ്, അവിടുത്തെ കരുണാ കടാക്ഷം കൊണ്ടാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ഏതൊരാൾക്കും അക്കാര്യം മനസ്സിലാകും. പക്ഷെ അതനുസരിച്ചുള്ള ഒരു ആദരവ് ഈ മഹാഗുരുവിനോട് നിങ്ങൾ കാട്ടുന്നുണ്ടോ? പാലം കടക്കുവോളം നാരായണ നാരായണ. പാലം കടന്നു കഴിഞ്ഞു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നാം നേടിയെടുത്തു കഴിഞ്ഞു. തുണി കുറച്ച് കയറ്റി കുത്തിയിട്ട് കൂരായണ കൂരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ നമ്മളിൽ കൂടുതലും. ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് ജീവിതം നൽകിയത്, നമുക്ക് വിദ്യ നൽകിയത്, നല്ല മനുഷ്യനായി നല്ല വസ്ത്രം ധരിച്ച് നല്ല പേരിട്ട് നല്ല സംസ്കാരമുള്ളവരായി ജീവിക്കുവാനുള്ള പശ്ചാത്തലം സാഹചര്യം സംസൃഷ്ടമാക്കിയത് ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കരുണാകടാക്ഷമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ആരോടായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും ആരാധനയും? ശ്രീനാരായണ ഗുരുവിനോടായിരിക്കണം. അത് നമ്മൾ കാട്ടുന്നുണ്ട്. ഗുരുദേവനെ കുറിച്ച് കുമാരനാശാൻ പറഞ്ഞു, ഗുരുവല്ലോ പരദൈവം. ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ പരമമായ ദൈവം. ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗസ്വാമി, നായർ സമുദായത്തിൽ ജനിച്ചയാളാണ് ആദ്യ ശിഷ്യൻ ശിവലിംഗസ്വാമി. അവസാനത്തെ ശിഷ്യൻ സ്വാമി ആനന്ദ തീർത്ഥൻ ബ്രാഹ്മണനായി ജനിച്ചയാളാണ്. ഫസ്റ്റ് റാങ്കോടുകൂടി MA പാസ്സായ സാരസ്വത ബ്രാഹ്മണൻ. ശിവഗിരി മഠത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായി ഗുരു നിയോഗിച്ചത് പരമേശ്വര മേനോൻ. അദ്ദേഹമാണ് സ്വാമി ധർമ്മതീർത്ഥരായത്. ശിവഗിരി തീർത്ഥാടനം ഗുരുദേവൻ അരുളി ചെയ്തു. ശിവഗിരിയിൽ ഇത് പ്രഖ്യാപനം ചെയ്ത സുഗുണാനന്ദ ഗിരിസ്വാമി മുക്കുവനാണ്. ഒരാളുടെ ജനനം തൊട്ട് മരണം വരെ ഉള്ള ജീവിതത്തെക്കുറിച്ച്, നല്ല മക്കളുണ്ടാകണമെങ്കിൽ ദമ്പതിമാരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു സ്ത്രീ ഗർഭിണിയാൽ എങ്ങനെ ജീവിക്കണം, ജനിച്ച കുഞ്ഞിനെങ്ങനെ പേരിടണം, എങ്ങനെ ചോറ് കൊടുക്കണം, എങ്ങനെ പള്ളിക്കൂടത്തിൽ പോകണം തുടങ്ങി സമസ്ത വിഷയങ്ങളെക്കുറിച്ചും ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത് ആ ശ്ലോകങ്ങളെല്ലാം എഴുതിയ ആത്മാനന്ദ സ്വാമി കണിയാനാണ്, ഗണകനാണ്. ഞാൻ എന്തിനാ ഇങ്ങനെയുള്ള ഈ ജാതിപരമായി പേര് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമി ഈഴവരുടെ സ്വാമിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തരും അതുപോലെയാണ്. ആരെങ്കിലും അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം. ശ്രീനാരായണ ഗുരുവിന് ജാതിയില്ല, ശ്രീനാരായണ ഗുരുവിന് മതഭേദമില്ല, ശ്രീനാരായണ ഗുരുവിന് വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ല. ഇന്നും ശിവഗിരിയിൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യാനികളടക്കം ശിവഗിരിയിൽ സന്യാസിമാരായിട്ടുണ്ട്. ശിവഗിരി മഠത്തിന് ജാതി വ്യത്യാസമില്ല, ഭേദവ്യത്യാസമില്ല. ശിവഗിരി ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക കേന്ദ്രമാണ്. നമ്മുടെ ജീവിതത്തിന് പ്രതിബദ്ധത ഗുരുവിനോടുണ്ടാകണം, ശിവഗിരി മഠത്തോട് നമുക്കുണ്ടാകണം, ഗുരുവിൻ്റെ ദർശനത്തോടുണ്ടാകണം. അതനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എങ്ങനെയാണോ ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ദൈവമായി വെച്ച് ആരാധിക്കുന്നത്, അതുപോലെ ഒരു ഭക്തി നമുക്ക് ഗുരുവിനോടുണ്ടാകണം.
ആ പാരമ്പര്യത്തിൽ ജനിച്ച മഹാപുരുഷനാണ് ഗുരുവെന്ന് അവിടുന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഗുരുവിനോട് ഒരു ക്രൈസ്തവന് യേശുക്രിസ്തുവിനോടുള്ളതുപോലെയുള്ളൊരു ഭക്തി നിങ്ങൾക്ക് ഗുരുവിനോടുണ്ടോ? ഉണ്ടോ? നമുക്ക് ആ ഭക്തി ഗുരുവിനോട് കൈവന്നിട്ടില്ല. നമുക്ക് ദൈവം ആരൊക്കെയാണ്? ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും പിന്നെ ചാത്തനും ചാമുണ്ടിയും യക്ഷിയും പേയും പുള്ളും മാടനും മറുതയും കണ്ടാകർണനും ദുഷ്ടപൈശാചിക ശക്തികളൊക്കെയാണ്. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ ദൈവീകതയുടെ മൂർത്തിഭാവമായ ശ്രീനാരായണ ഗുരുവിനെ നമ്മളൊരു സാമൂഹ്യ പരിഷ്കർത്താവായും വിപ്ലവകാരിയായും കണ്ട് മാറ്റിവെച്ചിട്ട് ഈ പറയുന്ന ദേവീദേവന്മാരൊക്കെയാണ് ദൈവമെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടി നടക്കുക. അങ്ങനെയല്ലേ ഡോക്ടറെ? അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെയൊക്കെ പൂജാമുറിയിൽ ഈ ദേവീദേവന്മാരുടെയൊക്കെ വലിയ ചിത്രം വെച്ചിട്ടുണ്ട്. അവരുടെ മുമ്പിലാണ് വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം കൊല്ലംകാരെയൊക്കെ, നിങ്ങളുടെ കുണ്ടറക്കാരെ അറിയാം. ഞാനിവിടെ ഒരു 10-20 വർഷം മുമ്പ് 3-4 ദിവസം താമസിച്ച് ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും എന്ന മഹാ ആധ്യാത്മിക യജ്ഞം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അന്നതിൽ വന്ന് പങ്കെടുത്തിരുന്നു. അതൊക്കെ എൻ്റെ സ്മൃതി പദത്തിലുണ്ട്. ഈ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ, അവബോധം എൻ്റെ അന്തരാത്മാവിലുണ്ട്. ഞാൻ പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, ഗുരു ആരാണ്? ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരുദേവനായ മഹേശ്വരനാണ്, ഗുരു സാക്ഷാത് പരബ്രഹ്മ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും അയ്യപ്പനും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും എല്ലാ ദേവീദേവന്മാരും ഉണ്ടായത് പരബ്രഹ്മത്തിൽ നിന്നുമാണ്. ഗുരു ആരാണ്? ആ പരബ്രഹ്മമാണ്. ദേവീദേവന്മാർക്കെല്ലാം ഉപരിയായി നിൽക്കുന്ന പരബ്രഹ്മ സത്തയാണ് ഗുരു. അത് നല്ലവണ്ണം വായിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാകാം. അതിനെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വാങ്ങി വായിച്ച് പഠിക്കണം. നിങ്ങളോടെല്ലാം ഞാൻ പറയുന്നു, നിങ്ങൾ ഗുരുദേവനെക്കുറിച്ച് പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ? ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള എത്ര പേർ നിങ്ങളിലുണ്ട്? ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദിവസവും ബൈബിൾ വായിച്ചു പഠിക്കും, കുഞ്ഞുകുട്ടി പരാധീനമടക്കം. ഒരു മുസ്ലിം ആണെങ്കിൽ ഖുറാൻ വായിച്ചു പഠിക്കും. ഹിന്ദുക്കളിലാണെങ്കിൽ സവർണ ജനവിഭാഗങ്ങൾ വേദമന്ത്രങ്ങളും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിച്ചു പഠിക്കും. ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ കൊടിയും പിടിച്ച് ഈങ്കിലാവും വിളിച്ച് നടക്കും. അവർക്ക് ആത്മീയത എന്താണെന്ന് പഠിക്കേണ്ട, ദൈവീകത എന്താണെന്ന് പഠിക്കേണ്ട. അവരറിയേണ്ടതിനെ അറിയുന്നില്ല. അവർ വായിക്കേണ്ടതും പഠിക്കേണ്ടതും അവരുടെ ജീവിതത്തിൽ സംശീകരിക്കുന്നില്ല. കുട്ടികൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ അല്പം മാർക്ക് കുറവാണെങ്കിൽ മക്കളെ അച്ഛനും അമ്മയും ട്യൂഷന് വിടും. പക്ഷേ എത്ര അച്ഛനും അമ്മയും കുട്ടികളെ ഗുരുദേവനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. ശിവഗിരിയിൽ കഴിഞ്ഞ ദിവസം ക്യാമ്പുണ്ടായിരുന്നു. 90 കുട്ടികൾ ശിവഗിരിയിൽ താമസിച്ച് പഠിച്ചു. ഒരാഴ്ചക്കാലം, ഒരു വർഷത്തിൽ 2 ക്യാമ്പ് നടത്തുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ? കുട്ടിയാണത് ഇയാള്, പഞ്ഞിവിളക്കുട്ടിയാണല്ലേ. കുട്ടികൾ ആരെങ്കിലും ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഈ ക്യാമ്പിലേക്ക് വിട്ടില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഗുരുവിനെ കുറിച്ച് പഠിക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നില്ല? പുരുഷന്മാർക്ക് വേണ്ടി ക്യാമ്പുണ്ടായിരുന്നു. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ പുരുഷന്മാർക്കല്ല, പ്രായമുള്ളവർക്ക് വേണ്ടി, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി ശിവഗിരിയിൽ പഠന ക്യാമ്പുണ്ടായിരുന്നു. നിങ്ങൾ വന്നോ പഠിക്കാൻ? സഹോദരങ്ങളെ, ഈ മാസം 29, 30, മെയ് 1 3 ദിവസങ്ങൾ ശിവഗിരിയിൽ പഠന ക്യാമ്പാണ്, ആത്മീയ പഠന ക്യാമ്പ്.
ഗുരുദേവൻ്റെ കൃതികളെയും ഗുരുദേവൻ്റെ ജീവിതത്തെയും ഗുരുവിൻ്റെ ദർശനത്തെയും സംബന്ധിച്ച് 3 ദിവസത്തെ പഠന ക്യാമ്പുണ്ട്. 3 ദിവസവും നിങ്ങൾക്ക് അവിടെ താമസിക്കാം. താമസിക്കുന്നതിന് സൗകര്യം ശിവരിമഠം ഒരുക്കും. പിന്നെ ഭക്ഷണ കാര്യമാണ്. ഭക്ഷണവും നിങ്ങൾക്ക് ശിവഗിരിയിൽ നൽകും. ഒറ്റ പൈസയുടെ ചെലവില്ല. ശിവഗിരിയിലൊന്ന് വന്നാൽ മതി. പക്ഷേ ഈ സൗകര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? കയ്യിലിരിക്കുന്ന കൽപ്പവൃക്ഷക്കനിയുടെ മാധുര്യം എന്താണ്, മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ കൽപ്പവൃക്ഷക്കനിയെ ദൂരെ കളഞ്ഞ് കാഞ്ഞിരക്കുരുവിനെ തേടി നടക്കുന്ന പമ്പര വിഡ്ഢികളെ പോലെ നാം നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ്. എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ആ വിഡ്ഢിത്വമല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിന് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിന് കാഴ്ചപ്പാടുണ്ടാകണം, തികഞ്ഞ ലക്ഷ്യബോധമുണ്ടാകണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, എങ്ങോട്ടെങ്കിലും പോയാൽ പോരാ. ഗുരു നമുക്ക് മാർഗം തെളിയിച്ചു തന്നിട്ടുണ്ട്. ഗുരു നമുക്ക് സദ്ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ട്. ഗുരു നമുക്ക് ആത്മീയ കേന്ദ്രം തന്നിട്ടുണ്ട്. ഗുരു നമുക്ക് സന്യാസ പരമ്പരയെ തന്നിട്ടുണ്ട്. ഗുരു നമുക്ക് സംഘടന നൽകിയിട്ടുണ്ട്. ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയാണ് ഗുരുധമ്മ പ്രചരണ സഭ. നിങ്ങൾ ആ സംഘടനയിൽ അംഗമാണ്. നിങ്ങളെല്ലാം ശിവഗിരി മഠത്തിൻ്റെ ഭാഗമാണ്. ശിവഗിരി മഠത്തിലുള്ളത് സന്യാസിമാരാണ്. ആ സന്യാസിമാരോടൊപ്പം സഹകരിച്ച് ശിവഗിരിയുടെ ഒരു അംഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയ ഭാഗ്യമാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മഹിമാവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനെതിരെ പുറംതിരിഞ്ഞുകൊണ്ട് വികലമായ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇവിടെ ഈ കുണ്ടറയിലും അങ്ങനെയുള്ളവരുണ്ടായി എന്ന് കേൾക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട്, വലിയ വിഷമമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ ഗുരുവിനെ കാണാൻ വേണ്ടി ധാരാളം പണ്ഡിതന്മാരിങ്ങനെ വന്നുകൊണ്ടിരുന്ന സന്ദർഭം. രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ വന്നതുപോലെ ആലുവയിലും വന്നിട്ടുണ്ട്. ആചാര്യ വിനോബാ ഭാവെ വന്നിട്ടുണ്ട്. പുന്നശ്ശേരി നീലകണ്ഠ ശർമാവ് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വലിയൊരു പണ്ഡിതനായിരുന്നു വാഗ്ഭടാനന്ദൻ. വലിയ പ്രഭാഷകൻ. സ്വന്തം വാക്പാടവത്വം കൊണ്ട്, സ്വന്തം സംസാര ശക്തി കൊണ്ട്, പ്രസംഗ ചാതുര്യം കൊണ്ട്, ബുദ്ധി കസർത്ത് കൊണ്ട് ആരെയും തോൽപ്പിച്ച് വിജയ വൈജയന്തി പാടി പടപ്പിച്ച വ്യക്തിത്വമുള്ളവനായ വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ നൽകിയ പേരാണ് വാഗ്ഭടാനന്ദൻ. നോക്കിയപ്പോൾ എല്ലാവരെയും തോൽപ്പിച്ചു. നമ്മുടെ കുമാരനാശാനുമായി കാർത്തികപ്പള്ളിയിൽ വെച്ച് ഏറ്റുമുട്ടിയിട്ട് കുമാരനാശാൻ ഇറങ്ങിപ്പോയെന്ന് ചരിത്രം. അങ്ങനെയുള്ള വാഗ്ഭടാനന്ദനൊന്ന് നോക്കി, ഇനി ആരെങ്കിലും തൻ്റെ തീക്ഷ്ണമായ ബുദ്ധിക്ക് ഇരയാകുവാനുണ്ടോ? ആരെയെങ്കിലും ഇനി വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാനുണ്ടോ? നോക്കിയപ്പോൾ ഒരാളെ കാണുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ. ശ്രീനാരായണ ഗുരുവുമായിട്ടൊന്ന് മല്ല് പിടിക്കാം, ഒരു വാദപ്രതിവാദം നടത്താം, ഒരു ബുദ്ധിയുടെ വ്യായാമം കസത്ത് നടത്താം. അതിനുവേണ്ടി വാഗ്ഭടാനന്ദൻ ശിഷ്യന്മാരുമായിട്ട് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് വന്നു. ഗുരുദേവൻ അവിടെ പ്രശാന്ത രമണീയമായ ആശ്രമത്തിൻ്റെ തപോവാടിയിൽ തേന്മാവിൻ്റെ ചുവട്ടിൽ അങ്ങനെ വിശ്രമിക്കുമ്പോൾ വാഗ്ഭടാനന്ദൻ കയറി വന്നു. ഗുരുവുമായി പരിചയപ്പെട്ടു, ഗുരുവിനോട് സംസാരിച്ചു. ഗുരുവിന് ജാതിപരമായും മതപരമായിട്ടുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ അംഗീകരിക്കുന്നു സ്വാമി, പക്ഷേ തൻ്റെ വാദമുഖം എടുത്ത് ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വാദമുഖം എന്താണ്? വിഗ്രഹാരാധന. ഗുരുദേവൻ അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ തുടങ്ങി. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഗുരുദേവൻ ഒരു അധ്യാത്മ വിപ്ലവം സൃഷ്ടിച്ചു. എങ്കിൽ ആ വിഗ്രഹപ്രതിഷ്ഠയെ നിമിത്തമാക്കിക്കൊണ്ട് വിഗ്രഹാരാധനയെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് വാഗ്ഭടൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ആവനാഴിയിലെ അമ്പെടുത്ത് ആദ്യം തൊടുത്തു വിട്ടു. സ്വാമി, വിഗ്രഹാരാധന സംബന്ധിച്ച കാര്യത്തിൽ ഞാൻ സ്വാമിയുടെ പക്ഷത്തല്ല. ഗുരു ഇനി എന്തു പറയും?
ഗുരു എന്തു പറഞ്ഞാലും ഖണ്ഡിക്കണം. ഇതിനു വേണ്ടിയാണ് വാഗ്ഭടൻ ഇരിക്കുന്നത്. ഗുരുദേവന്റെ ശിഷ്യന്മാർ കാതും കൂർപ്പിച്ച് നിൽക്കുന്നു. പ്രതിവാദി ഭയങ്കരനാണ് വാഗ്ഭടൻ. സ്വാമി എന്തു പറയും? വാദങ്ങ് ചെവിക്കൊണ്ട് മതപ്പോരുക കണ്ട് മോദസ്ഥരനായിരിക്കുന്ന ആ മഹാഗുരുവിൻ്റെ അടുത്തേക്ക് വാഗ്ഭടൻ വാദമുഖം അവതരിപ്പിച്ചു. വിഗ്രഹാരാധന സംബന്ധിച്ച കാര്യത്തിൽ ഞാൻ സ്വാമിയുടെ പക്ഷത്തല്ല. ഗുരുദേവൻ ഉടൻ തന്നെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നാം നിങ്ങളുടെ പക്ഷത്താണല്ലോ. ഇനി എന്തിനെക്കുറിച്ചാണ് വാദിക്കുന്നേ? വാദിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ മൊന ഒടിഞ്ഞുപോയി. ഇനി വാദിക്കാൻ വിഷയമില്ല. നാം നിങ്ങളുടെ പക്ഷത്താണല്ലോ. പക്ഷെ ഗുരുവിൻ്റെ വാക്കിന് കായങ്ങളും വാള് പോലെയാണ്. രണ്ടു വശത്തും മൂർച്ചയുണ്ട്. വിഗ്രഹാരാധന സംബന്ധിച്ച് നിങ്ങൾക്കൊരു പക്ഷമുണ്ടല്ലോ, അതുപോലെ നമുക്കും ഒരു പക്ഷമുണ്ട്. വ്യംഗ്യാർത്ഥം അതാണ്. വാഗ്ഭടന് മനസ്സിലായി. വാഗ്ഭടൻ ഒരു അടികൂടി മുന്നോട്ട് നീങ്ങി എന്നിട്ട് പറഞ്ഞു, സ്വാമി, ഈ സർവേ കല്ലുകൾ കുഴിച്ചിടുന്നത് ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? റോഡിൻ്റെ ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന ശ്രീനാരായണ ക്ഷേത്രങ്ങളെയും അതിലെ പ്രതിഷ്ഠകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് സർവേ കല്ലുകളാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് വാഗ്ഭടൻ പറഞ്ഞത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് വാഗ്ഭടനോട് പറഞ്ഞു, അളവറിയുന്നതിന് വേണ്ടിയാണല്ലോ. സർവേ കല്ലുകൾ എന്തിനു വേണ്ടിയാ? അളവറിയാൻ, ദൂരമറിയാൻ. വ്യംഗ്യാർത്ഥം ഈശ്വരാരാധനയുടെ അളവറിയാൻ. ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം എന്നുള്ള ചതുർവിധ യോഗങ്ങളിൽ ഈശ്വരാരാധനയുടെ അളക്കാൻ വേണ്ടിയാണ് സർവേക്കല്ലുകളാകുന്ന പ്രതിഷ്ഠകൾ. വാഗ്ഭടന്റെ മുഖത്തേക്ക് ഗുരുദേവൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നാം കല്ല് കുഴിച്ചിടുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ കല്ലും ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് എന്താ കല്ലിനോട് ഇത്ര സ്നേഹം? നാം കല്ലെടുത്ത് ഇട്ടിട്ട് പോകുക, നിങ്ങളോ കല്ല് സദാ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇയാളുടെ കാതിലെ കല്ല് വെച്ച കടുക്കനുണ്ട്. കാതിൽ കിടക്കുന്ന കല്ല് വെച്ച കടുക്കൻ ഇങ്ങനെ ആടുന്നുണ്ട്. ഇത് കണ്ട് നോക്കിക്കൊണ്ടാ ഗുരു പറഞ്ഞത്, നാം കല്ല് കുഴിച്ചിടുന്നതേ ഉള്ളൂ, നിങ്ങൾ സദാസമയവും കല്ലും ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ. എന്താ നിങ്ങൾക്ക് കല്ലിനോട് ഇത്ര സ്നേഹം? വാഗ്ഭടൻ ആകെ തകർന്നുപോയി. ഇനി ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് വാദിക്കാൻ ഒന്നുമില്ല. ആകെ തകർന്ന് തരിപ്പണമായി പോയി. ഒരു ചെറിയ ഹിമാലയ പർവ്വതത്തിന് മുന്നിൽ വാടി തളർന്നു നിൽക്കുന്നൊരു ചെറിയ വൃക്ഷം പോലെ വാഗ്ഭടൻ അങ്ങനെ നിന്നപ്പോൾ ഗുരുദേവൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, എന്തായിരുന്നു പേര്? ഈ സന്യാസിമാരൊക്കെ ഇരട്ടപ്പേരുകാരാ. എൻ്റെ പേരിപ്പോൾ സച്ചിദാനന്ദ സ്വാമി എന്നാണ്. നിങ്ങളെപ്പോലെ പേരുകാരനായിരുന്നു ഞാനും. പക്ഷെ എനിക്ക് ശിവഗിരിയിൽ നിന്നും അന്നത്തെ മഠാധിപതിയായ ഗീതാനന്ദ സ്വാമിയാണ് ഈ സച്ചിദാനന്ദ സ്വാമി എന്നുള്ള പേര് നൽകിയത്. ഇത് അസംഗാനന്ദ സ്വാമിയാണ്, ഞാനാ പേരിട്ട് കേട്ടോ, ഓർത്തോ. ഞാൻ വന്നതിന് ശേഷം ഒരു 10-13 പേർക്ക് ശിവഗിരി പേരിട്ട് കൊടുത്തു, സന്യാസവും നൽകി. അപ്പോൾ സന്യാസത്തിൽ ഈ പഴയ പേര് മാറ്റി പുതിയ പേര് നൽകും. വാഗ്ഭടനോട് ഗുരുദേവൻ ചോദിച്ചു, എന്തായിരുന്നു പേര്? വാഗ്ഭടൻ മെല്ലെ പറഞ്ഞു, എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ഗുരുദേവനൊന്ന് മന്ത്രിച്ചു, കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ? കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, പ്രതിവാദി ഭയങ്കരനായ വാഗ്ഭടൻ വിയർപ്പ് കൊണ്ടൊരു കുളം കുഴിച്ച് അവിടെ മുങ്ങിക്കുളിച്ചിട്ട് മടങ്ങിപ്പോയി. പക്ഷെ ഗുരുദേവൻ്റെ ആ തിരുവാണി, കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ, ഇന്നും അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ കാതുകളിൽ വന്നലച്ച് അവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും മഥനം ചെയ്യിച്ചുകൊണ്ട് നിൽക്കുന്നു. കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ വാക്ക് നീട്ടുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഗുരുദേവൻ പരമദൈവമായിരിക്കണം.
ഒരു ക്രൈസ്തവൻ ക്രിസ്തുദേവനെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിക്കുന്നത് പോലെ നിങ്ങൾ ഇതുവരെയും ഏതെല്ലാം സങ്കല്പത്തിൽ ഈശ്വരനെ ആരാധിച്ചോ അതിനപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടദൈവമായി സ്വീകരിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. എല്ലാ ദേവീദേവന്മാർക്കും ഉപരിയാണ് ഗുരു. പൂജാ റൂമിൽ ഗുരുദേവന്റെ വലിപ്പമുള്ള ചിത്രം വെച്ച് അതിനു മുമ്പിൽ വിളക്ക് കത്തിക്കണം. വീടിൻ്റെ ഭൂമുഖത്ത് ഗുരുവിൻ്റെ വലിപ്പമുള്ള ചിത്രം വേണം. ഏത് വീട്ടിലും 2 ചിത്രങ്ങൾ വേണം, ഒന്ന് പൂജാ റൂമിലും ഒന്ന് വീടിൻ്റെ ഭൂമുഖത്തും. ആ ചിത്രത്തെ നോക്കി നമസ്കരിച്ച് വീട്ടിൽ നിന്നും പോകുന്നവർക്ക് അവരുടെ യാത്രയ്ക്കൊരു ഭംഗമുണ്ടാകില്ല. ആ യാത്രയൊക്കെ അനുഗ്രഹീതമായിരിക്കും. അങ്ങനെ ഗുരുദേവനെ പരമഗുരുവായും പരമദൈവമായി നിന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ ബുദ്ധിയിൽ ഗുരുദേവന്റെ ഏകലോക ദർശനം, ജാതി മതം ദേശം തുടങ്ങിയ ഭേദചിന്തകൾക്ക് അതീതമായി മതപരിവർത്തനങ്ങളും മതസംഘടനകളും മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വടക്കേ ഇന്ത്യയിൽ സംഭവിച്ച മതത്തിൻ്റെ തീവ്രവാദ മതപരിവർത്തന പ്രവർത്തനങ്ങളെ നാം പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിടത്തും സംഭവിക്കാതിരിക്കുവാൻ എല്ലാ മനുഷ്യരും തുല്യരാണ്. ജാതിക്കും മതത്തിനും വിഭാഗീയ ചിന്താഗതിക്കും അതീതമായി എല്ലാ മനുഷ്യരും ദൈവമക്കളായ മുഴുവൻ ആളുകളും സമന്മാരാണെന്നുള്ള അദ്വൈത ബോധബുദ്ധി അന്തരാത്മാവിൽ പ്രോജ്വലിതമായി ഗുരുവിന് ചേർന്നൊരു ജനതയായി വളർന്ന് വികാസം പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കുമാരനാശാൻ ചൊല്ലി ഈരടി ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആശാൻ എഴുതി, തുല്യമായി സർവസുമവും തലോടി മണമാർന്നിത പ്രഭാതവായു പോകുന്നു. എല്ലാ മതത്തിൻ്റെയും സാരത്തെ തുല്യമായി സമാവഹിച്ചുകൊണ്ട് ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും ഒക്കെ പരമ്പരയിൽ വന്നുദിച്ച ശ്രീനാരായണ ഗുരു ഇതാ കടന്നു പോകുന്നു. പ്രഭാതവായുവിനെ പോലെ ഉറങ്ങിക്കിടന്ന ആളുകളെ ഉണർത്തിക്കൊണ്ട് മൃതസഞ്ജീവിനി മന്ത്രവുമേന്തിക്കൊണ്ട് ഇതാ മഹാഗുരു കടന്നു പോകുന്നു. പ്രഭാതവായു പോകുന്നു. ശ്രീനാരായണ ഗുരുവാകുന്ന മൃതസഞ്ജീവിനി ഇതാ കടന്നു പോകുന്നു. പ്രഭാതവായു പോകുന്നു. പോകിൻ നിങ്ങൾ അതേ വഴി, പോകിൻ നിങ്ങൾ അതേ വഴി, പോകിൻ നിങ്ങൾ അതേ വഴി. നമസ്കാരം.